എന്നിട്ട് പുള്ളി ആദ്യം പറഞ്ഞത്, സാറേ ഞാനാണ് ഇവിടുത്തെ ഡ്രൈവർ. ആ കൊള്ളാം, എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല. അപ്പോൾ ഇന്ന് പിന്നെ തിരുത്താൻ വന്നത്, വയ്ക്കും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നെ വിട്ടുകളയും സാറേ, എനിക്ക് സ്റ്റേഷനിലിരുന്ന് കേസൊന്നും എഴുതാൻ അറിയത്തില്ല, അപ്പോൾ എന്നെ എങ്ങും കൊള്ളിക്കുന്നില്ല, ഞാൻ ഇവിടുന്ന് ഡ്രൈവിംഗ് പഠിച്ചോളാം, കുറച്ചൊക്കെ എനിക്ക് ബാലൻസ് ഒക്കെ ഉണ്ട്, സാർ എന്നെ ഓടിച്ചു കളയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഒരു നല്ല രഹസ്യനായ ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ്. അപ്പോൾ എടാ നീ എന്നെ കൊല്ലാൻ കൊന്നാണോ, ശരി നിനക്ക് ഞാൻ ട്രെയിനിങ് തരാം എന്നൊക്കെ പറഞ്ഞ് രാത്രിയൊക്കെ പോകുമ്പോൾ ആരെങ്കിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവർമാരുടെ കൂടെ ഓടിച്ച് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പെട്ടെന്നൊരു കോൾ വന്നു, വണ്ടി എടുക്കാൻ പറഞ്ഞു. ഇദ്ദേഹം കയറി, CAയും കയറി. ഇറങ്ങി പുറത്തേക്ക്, റൂറൽ ഏരിയ എറണാകുളം. അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നാൽ റൈറ്റിലേക്ക് ടപ്പുന്നൊരു ചെറിയ പാലമാണ്. അപ്പോൾ ഈ CI സൈഡിൽ വെച്ച് വേഗം പോട്ടെ എന്ന് ഇദ്ദേഹം സ്പീഡ് കൂട്ടി. ആ പാലത്തിന്റെ സൈഡിൽ വന്നിട്ട് തിരികെ തന്നെ വരും, വണ്ടി നേരെ പോകുന്നുണ്ട്. CI ചാടി പിടിച്ച് വണ്ടി വലത്തോട്ട് വെട്ടിച്ച്. അതോടുകൂടി ഇയാൾ വരണ്ടു. ഈ ചെറിയ പാലത്തെ കൂടെ വണ്ടി കുതിച്ച് പായാന്ന് പറഞ്ഞു. എതിർവശത്ത് കൂടെ ഒരു സൈക്കിളിലെ ജുബായിട്ടൊരാൾ വരുന്നുണ്ട്. നേരെ അങ്ങോട്ടേക്ക് ചെന്നു. അയാൾ വണ്ടിയുടെ അകത്തേക്ക് നോക്കുന്നത് കൊണ്ട് പിന്നെ അയ്യോ എന്നും പറഞ്ഞ് നേരെ തോട്ടിലേക്ക് ചാടി. വണ്ടി ഇടിച്ചിട്ട് സൈക്കിൾ പൊങ്ങി, അതും തോട്ടിലേക്ക് പോയി. അപ്പുറത്ത് കൊണ്ടുചെന്ന് രണ്ടുപേരും കൂടെ പരിശ്രമിച്ച് വണ്ടി നിർത്തി. നീ എന്തേ കാണിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ തോട്ടിൽ കിടക്കുന്ന ആൾ പറഞ്ഞു, സാറേ വഴക്ക് പറയുക എൻ്റെ മകനാണെന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെ അപ്പൻ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണ് വണ്ടി ഓടിക്കുന്നത് കണ്ട് എടുത്ത് പുള്ളി ചാടിയതാണ്. അതാണ് ഡ്രൈവർ. ഈ ഡ്രൈവർ നമ്മളെ കൊണ്ട് പറക്കാണ്. അപ്പോൾ ഞാൻ സകല ദൈവങ്ങളെയും വിളിക്കുന്നത്, ദൈവമേ നായനാർ സാറിനെ രക്ഷിച്ചോണ്ടേ, ഇവനിൽ നിന്ന് എന്നെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു. വല്ലാത്തൊരു ടെൻഷൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ ദിവസത്തെ മാനസികാവസ്ഥയ്ക്ക്.